യെസ്, അപ്പോൾ ആദ്യ 11-ൽ പ്ലേയിങ് 11-ൽ ആരൊക്കെ ഉണ്ടാകും എന്നതാണല്ലോ ചോദ്യം. നമുക്ക് നോക്കാം, ഒരു പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം. കാരണം കഴിഞ്ഞ ടീമിൽ ഉണ്ടായ ആൾക്കാരെ അതുപോലെ നിലനിർത്താനായിരിക്കും ആഞ്ചലോട്ടി ശ്രമിക്കുക. അതിൽ ഒരു പുതിയ അഡീഷനായി നെയ്മാർ ജൂനിയർ വരുമോ എന്നത് മാത്രമേ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടുള്ളൂ. എന്നാലും ഒരു പോസിബിൾ 11, ഒരു ഫസ്റ്റ് 11 പ്ലേയിങ് 11 ആരാണ് എന്നൊക്കെ നോക്കാം നമുക്ക്. ഗോൾ കീപ്പർ അലിസൺ ബേക്കർ, അതിൽ പിന്നെ മറ്റൊരു ചിന്തയുടെ ആവശ്യമില്ല. അലിസൺ ബേക്കർ ആയിരിക്കും ഗോൾ കീപ്പറായി ഉണ്ടാവുക. ഒപ്പം തന്നെ ഡിഫൻസിൽ വന്നു കഴിഞ്ഞാൽ ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ, ഡഗ്ലസ് സാന്റോസ്, ഇവരെ വിട്ട് മറ്റൊരാൾ സാധ്യതയില്ല എന്നാണ് കളി അറിയുന്ന അല്ലെങ്കിൽ ബ്രസീലിന് അറിയുന്ന എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഒരു നിര അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു മേഖലയാകെ ഇവരുടെ ഒരു കൈപ്പിടിയിലായിരിക്കും, കാൽപ്പിടിയിലായിരിക്കും എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇനി ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും ഇത്തവണ കളത്തിലിറങ്ങുക എന്ന ഒരു പോസിബിലിറ്റിയോട് നോക്കാം. ബ്രൂണോ ഗിമറസ് ഉറപ്പായും ഉണ്ടാവും. കാസിമീറോ, ഈ രണ്ട് താരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ബ്രസീലിന് ഈ അടുത്ത കളി ജയിച്ച് മുന്നേറുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇതിൽ മാറ്റമുണ്ടാവില്ല. ഇനി അറ്റാക്കിംഗ് മിഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ റയാനുണ്ട്, ലൂക്കാസ് പക്കറ്റി ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. ഈ മൂന്ന് താരങ്ങളും നമുക്കറിയാമല്ലോ അവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും വിനീഷ്യസ് ഒക്കെ അപാര ഫോമിൽ കളിക്കുകയാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ വിനീഷ്യനെ ഒന്നും മാറ്റി മറ്റൊരാളെ കൊണ്ടുവരാൻ സാധ്യതയില്ല. പക്ഷേ നെയ്മാർ വരികയാണെങ്കിൽ ആരായിരിക്കും മാറുക എന്നത് മാത്രമാണ് ഒരു ചോദ്യം. എന്തായാലും സ്ട്രൈക്കറായി മത്തേയൂസ് കുഞ്ഞ ഉണ്ട്. യെസ്, അതോടൊപ്പം തന്നെ കുഞ്ഞ ഫോമിലാണ്. അതോടൊപ്പം തന്നെ ഈ കളിയിലും അടുത്ത മത്സരത്തിലും മികച്ച ഫോമിലേക്ക് ഉയരും എന്ന് തന്നെയാണ് ആരാധകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.